ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി പാർട്ടികൾ. തുടർച്ചയായി മൂന്നാം തവണയും ബി.ജെ.പി. അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസും ആം ആദ്മിയും ഉയർത്തുന്നത്. ഒക്ടോബർ 1-നാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഹരിയാനയിൽ അധികാര തുടർച്ചയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി പാർട്ടി ദേശീയ നേതൃത്വത്തിന് നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ അറിയിച്ചു. ചർച്ചകൾ തുടരുകയാണെന്നും മൂന്നാമതും ബി.ജെ.പി. തന്നെ സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പ്രതികരിച്ചത്. അതേസമയം ബി.ജെ.പിക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. ദേശീയ തലത്തിൽ മാത്രമാണ് സഖ്യമെന്നും സംസ്ഥാന തലത്തിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ ഹൂഡ പ്രതികരിച്ചു. नेशनल लेवल पर सारी पार्टियों के साथ हमारा कम्युनिस्टों के साथ भी है, हमारा समाजवादी के साथ भी है, आम आदमी पार्टी की बात है, लेकिन प्रादेशिक उस पर लेवल पर अभी कोई चर्चा नहीं चली. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ബി.എസ്.പി. സഖ്യവും ജനനായക് ജനതാ പാർട്ടിയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളും ഗുസ്തി താരങ്ങളുടെ സമരവുമൊക്കെ സംസ്ഥാനത്തെ പ്രധാന പ്രചാരണ വിഷയങ്ങളാണ്. കൈരളി ന്യൂസ്, ദില്ലി.